അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ ചക്കി ഇവിടെ 2-3 ദിവസമായിട്ട് 2 ദിവസമായിട്ട് ഇച്ചിരി വയ്യായികയായിട്ട് ഇങ്ങനെ സൈലൻ്റായിട്ട് ഇരിക്കുക കേട്ടോ. പക്ഷെ അധികം ഫുഡൊന്നും കഴിക്കാനുള്ള എനിക്ക് തോന്നുന്നു തണുപ്പിൻ്റെ ആണോ അതോ തൊണ്ടയിൽ എന്തെങ്കിലും മുള്ളുകൊണ്ട് ഉറഞ്ഞതാണോ എന്താണെന്ന് അറിയത്തില്ല. പക്ഷേ വലിയ ആക്റ്റീവൊന്നുമില്ല, ഇങ്ങനെ കിടന്നപടി കിടപ്പായിരുന്നു. വെള്ളമൊക്കെ സാമാന്യം ഇടയ്ക്ക് കുടിക്കുന്നുണ്ടായിരുന്നു. മീൻ മണം പെട്ടെന്ന് കിട്ടണതുകൊണ്ട് മീൻ മാത്രം കുറേശ്ശെ കഴിക്കും. എന്നാലും കക്ഷി പൊതുവേ ഉള്ളതിനേക്കാളൊക്കെ കുറച്ച് സൈലൻ്റായിട്ട് ഇരിക്കുക കേട്ടോ. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് പൂച്ചകൾക്കാണെങ്കിൽ കുറേ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സമയമാണ്. പക്ഷേ ഇത് ഔട്ട്ഡോർ കാറ്റ്സ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഇമ്മ്യൂണിറ്റി ഉള്ള കൂട്ടത്തിലുമാണ്. ഞാൻ പക്ഷേ ഇന്നിപ്പോൾ രാവിലെ എണീറ്റപ്പോൾ കുറച്ച് ആക്റ്റീവായിട്ട് എണീറ്റൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ അവിടെ കസേരയിട്ട് മുറ്റത്തിരിക്കാൻ പോയപ്പോൾ ഓടിയല്ല പയ്യെ നടന്ന് വന്ന് ചാടി കയറാനൊക്കെ ശ്രമിച്ചു. നമ്മുടെ കസേരയിലേക്ക് എന്തെങ്കിലും ഞാൻ പിടിച്ച് കയറ്റി മടി കയറ്റി ഇരുത്തി. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അതിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഏത് വയ്യായികയുള്ള പൂച്ചകളാണെങ്കിലും പട്ടികളാണെങ്കിലും ഇച്ചിരി അത് പെട്ടെന്ന് ഭേദപ്പെടുന്ന ഒരു രീതി ഞാൻ പൊതുവേ കണ്ടുവരാറുണ്ട്. നേരത്തേക്ക് നമ്മുടെ പൂച്ചകൾക്ക് എന്തെങ്കിലും വയ്യായിക വരുമ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് നേരം ഇരിക്കുക, അതിനെ പുന്നാരിക്കുക, ലാളിക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവർ തനിയെ ആക്റ്റീവായിട്ട് വരുന്നത് കാണാറുണ്ട്. അപ്പോൾ പൂച്ചകൾക്ക് ഇല്ലെങ്കിൽ നിങ്ങളുടെ പെറ്റ്സ് എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിക്ക് വയ്യായിക കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർ പെട്ടെന്ന് ഡിപ്രസ്ഡ് ആവും. ആ സമയത്ത് അവരുടെ ഡിപ്രഷൻ മാറ്റാൻ വേണ്ടി നമ്മളൊന്ന് അടുത്തിരുന്ന് അതിനെ ഒന്ന് കളിപ്പിക്കുകയോ പുന്നാരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് റിക്കവർ ആവാനുള്ള സാധ്യതകൾ പെട്ടെന്ന് കൂടും. അങ്ങനെയാണ് ഞാൻ കണ്ട് പരിചയമുള്ളത്, എനിക്ക് എക്സ്പീരിയൻസിന് മനസ്സിലായിരിക്കുന്നത്. നമ്മളപ്പോൾ എക്സാമെല്ലാം കഴിഞ്ഞത് പുറകിലേക്ക് വന്നപ്പോഴത്തേക്കും ഉണ്ട്, പുറകിൽ നല്ല മഴയൊക്കെ ആയതുകൊണ്ട് നല്ല തണുപ്പും കാടൊക്കെ പിടിച്ച് തന്നെ കിടക്കുക കേട്ടോ. നമ്മൾ ക്ലീൻ ആക്കിയിട്ട സ്ഥലമായിരുന്നു, മൊത്തം കാടും പുല്ലും പിടിച്ച് മൊത്തം കാടായി മാറി. അപ്പം നമ്മളവിടെ കുളം ഉണ്ടാക്കാനായിട്ട് വെട്ടിയിട്ട കുഴിയായിരുന്നു അത്. അവിടെയാണെങ്കിൽ മഴ പെയ്ത് മണ്ണൊക്കെ വന്ന് ചെറുതായിട്ട് മൂടിയിട്ടുണ്ട്. then ലൈനറും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് നമുക്കതൊന്ന് പൂർത്തിയാക്കേണ്ടതുണ്ട്. എന്നാലും ഇനി അധികം പണി ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. ജസ്റ്റ് അതൊന്ന് ക്ലീനാക്കി കഴിഞ്ഞാൽ നമുക്ക് ലൈനർ വിരിച്ച് മീനെ ഇടാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. എന്നാലും നമ്മൾ ചക്കി നമ്മളുടെ മടി കയറി ഇരിക്കുന്ന കണ്ടപ്പോഴത്തേക്കും നമ്മുടെ കിക്കി ഓടി വന്ന് കയറിയിരുന്നതാട്ടോ. കിക്കി അങ്ങനെ ഇടയ്ക്ക് ഇപ്പം മടി കയറാറില്ല, നേരത്തേക്ക് സ്ഥിരം ഓടി വന്ന് കയറുമായിരുന്നു. ഇപ്പോൾ ഈ തണുപ്പുള്ള സമയങ്ങളിൽ ചൂട് കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മുടെ മേത്തേക്ക് വന്ന് കയറുക. അപ്പോൾ ഇതിപ്പോൾ ചക്കി കിടക്കാൻ കണ്ടപ്പോഴത്തേക്കും കിക്കീച്ചനും വന്ന് കിടന്നതാണ്. കിക്കി ഇവിടെ ആക്റ്റീവായിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കിക്കിയും മിക്കിയും അതുപോലെ ജിഞ്ചറും. മിക്കിയും നമ്മൾ രണ്ടുപേരെയും കണ്ടപ്പോഴത്തേക്കും മിക്കിയും ഓടി വന്ന് അവിടെ ചാടി കയറി ഇരിക്കാൻ നോക്കുന്നതാണ്. പക്ഷേ മിക്കിക്ക് ഇടയ്ക്കിടയ്ക്ക് മീൻ കഴിച്ച് കഴിഞ്ഞാൽ നല്ല ചുമയാട്ടോ. അത് ചെറുപ്പം തൊട്ടുണ്ട്, മീൻ കഴിച്ച കക്ഷിക്ക് ചുമയാണ്. എന്നാൽ മീൻ കഴിക്കൽ നിർത്തത്തുമില്ല, നല്ല രീതിക്ക് കയറ്റിക്കോളും മീനാണെങ്കിൽ. അത് കക്ഷിക്ക് പച്ചമീൻ തന്നെയാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ. നമ്മുടെ സൈഡിലേക്ക് പുല്ലൊക്കെ പിടിപ്പിച്ച് അങ്ങനെ മഴക്കാലം ആയപ്പോഴത്തേക്ക് ഇടയിൽ കൂടെ കളയൊക്കെ മുളച്ചു. നേരത്തെ ഒന്നും അങ്ങനെ മുളയ്ക്കുണ്ടായില്ല, പക്ഷേ ഇപ്പം മുളച്ചു. അത് മൊത്തം വൃത്തിയുടെ കിടക്കുകയാണ് ഒരു സൈഡ് മൊത്തം. അപ്പോൾ അതൊന്നും ശരിയാക്കാനുണ്ട് നമുക്ക്. നമ്മുടെ ചക്കിയാണെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല രീതിക്ക് വെള്ളമൊക്കെ കുടിച്ചു, ആൾ സെറ്റായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. എന്നാലും ആ ക്ഷീണം അങ്ങ് പൂർണ്ണമായിട്ടും വിട്ട് മാറിയിട്ടില്ല, പക്ഷേ ധാരാളം വെള്ളം കുടിച്ചു. ഈ സമയങ്ങളിൽ ഇവർ ഡീഹൈഡ്രേറ്റ് ആവാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. എപ്പോഴും വെള്ളം കൊടുത്ത് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുക ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലെയുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതകൾ കുറയ്ക്കാനായിട്ട് വളരെ പ്രയോജനപ്രദമാണ് അങ്ങനത്തെ വെള്ളം, ഇതുപോലെ ഫുഡ് കാര്യങ്ങളൊക്കെ എപ്പോഴും കൊടുത്ത് അവരൊന്ന് ആക്റ്റീവായിട്ട് നിർത്തുന്നത്. നമ്മുടെ കിക്കി ഇപ്പോൾ വെയിൽ കായാൻ വേണ്ടി അവിടെ വന്ന് കിടക്കണേ കേട്ടോ. നമ്മൾ ഈ ഇതുപോലെയുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, അതായത് പൂച്ചകളെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഇതുപോലെ പെറ്റ്സിനെയൊക്കെ വളർത്താൻ ഇഷ്ടപ്പെടുന്ന ഒത്തിരിയേറെ ആൾക്കാരുണ്ട്. നമ്മൾക്ക് ചില വീഡിയോസൊക്കെ ഒന്ന് കുറച്ച് റീച്ച് കിട്ടി മുകളിലേക്ക് പോകുമ്പോൾ താഴെ വരുന്ന കമൻറ്റ് കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ശ്രദ്ധയിൽ പെടാറുള്ളത്. അപ്പോൾ നമ്മുടെ ഒരു വീഡിയോ ഇതുപോലെ കുറച്ചൊന്ന് കയറിപ്പോയായിരുന്നു, ഈ 14K വ്യൂസ് കിട്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ പുറകെ കുറച്ച് 2-3 വീഡിയോസും കൂടി ഒന്ന് കുറച്ച് വ്യൂസ് കയറിപ്പോയി. അത്ര വൈറലായതൊന്നുമില്ല, എന്നാലും ഒരു 1000 വ്യൂസൊക്കെ എക്സ്ട്രാ അഡീഷണലി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം എപ്പോഴാണ് നമുക്ക് ഏതെങ്കിലും ഒരു വീഡിയോ ക്ലച്ച് പിടിച്ച് കയറി പോകുന്നത്, അതിൻ്റെ പുറകെ തന്നെ ക്ലച്ച് പിടിച്ച് ബാക്കി വീഡിയോസും കയറി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും നിങ്ങളുടെ ഈ സപ്പോർട്ടൊന്ന് തരിക. നമുക്ക് മോണിറ്റൈസേഷൻ എനേബിൾ ആവാൻ വേണ്ടി 3000 വാച്ച് അവേഴ്സും കൂടി വേണം. 2000 ആയി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ 1000 വാച്ച് അവേഴ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും തുടർന്നും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.